الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിൽ ഗൈബി, അസ്സലാ എന്നീ 2 വാക്കുകളിലുള്ള ഗൈനും സ്വാദും കനപ്പിക്കേണ്ടതുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ബിൽ ഗൈബി പറഞ്ഞാൽ പോരാ, ബിൽ ഗൈബി. വയുഖീമൂന അസ്സലാ, സ്വാദ് കനപ്പിക്കണം, ലാമിനെ കനപ്പിക്കാതിരിക്കുക. സ്വാദ് കനപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ലാമും കനപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതേപോലെ റാഉം കനപ്പിക്കണം. റാ എന്ന ശബ്ദമാണ് കേൾക്കേണ്ടത്, റാ കേട്ടാൽ പോരാ. പിന്നെ വമിമ്മ യുൻഫിഖൂൻ എന്നീ 2 വാക്കുകളിൽ മണിക്കുകയും വേണം. വമിമ്മ യുൻഫിഖൂൻ. ഇനി നമുക്ക് ഒന്നുകൂടിയും ഈ ആയത്ത് മുഴുവനായും കേൾക്കാം. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ ഖുർആൻ പഠനം സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ആയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്തി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിലെ വാക്കാർത്ഥം പരിശോധിക്കുകയാണ് എങ്കിൽ, അല്ലദീന യാതൊരു കൂട്ടർ, യുഅ്മിനൂന അവർ വിശ്വസിക്കും, ബിൽ ഗൈബി അദൃശ്യത്തിൽ, വയുഖീമൂന അവർ നിലനിർത്തുകയും ചെയ്യും, അസ്വലാത്ത് നമസ്കാരം, വമിമ്മ യാതൊന്നിൽ നിന്ന്, റസഖ്നാഹും അവർക്ക് നാം നൽകിയിരിക്കുന്നു, യുൻഫിഖൂൻ അവർ ചിലവഴിക്കും. ഇതാണ് അതിന്റെ വാക്കാർത്ഥം. അതായത് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയിരിക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ എന്നതാണ് സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ടാണ്. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത് എന്ന ആയത്തിന്റെ ആ സൂക്ഷ്മത പാലിക്കുന്നവരുടെ പ്രധാന ലക്ഷണങ്ങളായി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഇനി സഹോദരങ്ങളെ പഠിക്കാനുള്ളത്. അതിലൊന്നാമതായി പറഞ്ഞ കാര്യം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യുഅ്മിനൂന എന്ന പദം അവർ വിശ്വസിക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മുടെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈമാൻ, മുഅ്മിൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ ധാരാളം ഇനി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈമാൻ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ് എന്ന് കൃത്യമായി കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഭാഷയിൽ അൽ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇഖ്റാർ, അംഗീകരിക്കലാണ്. ഒരു കാര്യം സത്യമാണ് എന്ന് സമ്മതിക്കലാണ് ഭാഷയിൽ ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ ശറയിൽ, അതായത് ഇസ്ലാം ദീനിന്റെ മതനിയമത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ നിർവചനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള മൊഴിയലാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. യസീദു ബിത്വാഅത്ത്, അനുസരണം കൊണ്ട് അത് വർദ്ധിക്കും. അതായത് അള്ളാഹുവോടുള്ള അനുസരണം കൊണ്ട് ആ ഈമാൻ വർദ്ധിക്കും. വയൻകുസു ബിൽ മഅസിയ, പാപം കാരണം അത് ശുഷ്കിക്കുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ്, ആ ഹദീസിൽ ഈ നിർവചനത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, അൽ ഈമാനു ബിഉം വസിത്തൂന ശുഅബ, ഈമാന് 60ഓളം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം പറയലാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, അതിലേറ്റവും താഴെയുള്ളത്, ഈമാനിന്റെ കാര്യത്തിൽ ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഈമാനിൽ പ്രകടമാകുന്നത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈമാന് 60ഓളം ശാഖകളുണ്ട് എന്നാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം പറയലാണ്. അതായത് അത് ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള മൊഴിയലാണ് എന്നാണ്. ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നീക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ അത് അമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താ? ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ്. ഈ ലജ്ജ എവിടെയാണ് ഉണ്ടാകുക സഹോദരങ്ങളെ? അത് സഹോദരങ്ങളെ മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ലജ്ജ ഉണ്ടാവുക. അത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അത് കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ് പണ്ഡിതന്മാർ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം ഹൃദയം കൊണ്ടുള്ള അംഗീകാരം അത് വ്യത്യസ്ത രീതിയിലുള്ളതാണ്. ഒരു വാർത്ത അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അംഗീകരിക്കുന്നത് പോലെയല്ല. ഒരാൾ കൊണ്ടുവന്ന വാർത്ത അംഗീകരിക്കുന്നത് പോലെയല്ല 2 ആളുകൾ കൊണ്ടുവന്ന വാർത്ത അംഗീകരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവോട് ചോദിക്കുക. ഖാല, ആ സമയം അള്ളാഹു പറയുന്നു, അവലം തുഅ്മിൻ, അള്ളാഹു ചോദിക്കുക, നീ വിശ്വസിച്ചിട്ടില്ലേ, ഈ വിഷയത്തിൽ ഈമാനില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുമ്പോൾ ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമ പറയുന്നു, ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമ പറയുന്നത് എന്താ? അതെ, പക്ഷേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് സൂറത്തുൽ ബഖറയിലെ 260-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നതിന്റെയും അത് മുഖേന ലഭിക്കുന്ന ശാന്തിയും സമാധാനത്തിനും അനുസരിച്ച് ആ ഈമാൻ വർദ്ധിക്കുന്നതാണ്. സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും, സ്വാഭാവികമാണ്. അവ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ ആ സദസ്സിൽ നിന്ന് വിരമിച്ചുകൊണ്ട് അശ്രദ്ധയിൽ മുഴുകുമ്പോൾ ആ ഈമാൻ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാക്കിലൂടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. 10 പ്രാവശ്യം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതും 100 പ്രാവശ്യം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതും ഒരുപോലെയല്ല സഹോദരങ്ങളെ. അതിന്റെ തോതനുസരിച്ച് ഈമാനും വർദ്ധിക്കുന്നതാണ്. ആരാണോ ആരാധന അതിന്റെ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുന്നത് അവന്റെ ഈമാനും ആ സമയം വർദ്ധിക്കുന്നതാണ്. വീഴ്ചകളോടെ പോരായ്മകളോടെ ആരാധനകൾ ചെയ്തവനെ പോലെയല്ല അത്തരം നല്ല കൃത്യമായ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾ അവയവങ്ങൾ കൊണ്ട് അനേകം ആരാധനകൾ ചെയ്യുമ്പോൾ അവന്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്.
കർമ്മങ്ങൾ ചെയ്യുന്നവൻ അത് ചെയ്യാത്തവനെ പോലെയല്ല എന്ന് കൃത്യമായി കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, വളരെ പ്രാധാന്യത്തോടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്, വിശ്വാസമാണ് എന്ന കാര്യം നമ്മൾ ശരിക്കും ഗ്രഹിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നതും വാക്കുകൾ കൊണ്ട് പറയുന്നതും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതുമാണ് ഈമാൻ. സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും ദുഷ്കർമ്മങ്ങൾ ഈമാൻ കുറക്കാൻ കാരണമാക്കുകയും ചെയ്യുമെന്ന് ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലെയുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പോലെയുള്ള, ഇമാം ബുഖാരി റഹിമഹുള്ളയെ പോലെയുള്ള മുൻഗാമികളായ ധാരാളം മഹാന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും തെളിവുകൾ നിരത്തിക്കൊണ്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇത്. അവരൊക്കെ പറഞ്ഞത് അൽ ഈമാനു ഖൗലും വ അമലും, ഈമാൻ എന്ന് പറയുന്നത് അത് മൊഴിയലാണ്, അത് പ്രവർത്തിക്കലുമാണ് എന്നാണ്. മുൻകാലത്ത് ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അവർ പറയുന്നു അവർ അമലുകളൊന്നും ചെയ്യുകയില്ല, എന്നിട്ട് പറയാണ് എന്റെ റബ്ബിനെ എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ഹൃദയം റബ്ബിനെ അറിയാമെന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ. സഹോദരങ്ങളെ, ഇവിടെ ശറഹിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ, അതായത് നമസ്കരിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നോമ്പൊന്നും നോക്കാതെ വെറും വിശ്വാസം മാത്രമായി അവർ കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് പറയുന്നതോ അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നാണ് ആ ആളുകൾ പറയുന്ന ന്യായം. എന്നാൽ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് പറഞ്ഞതെന്താണെന്നോ, ഇവർ ത്വായിഫത്തുൻ ഇബ്ലീസിയ്യ എന്നാണ്. അതായത് ഇത്തരം ആളുകൾ ഇബ്ലീസിന്റെ കക്ഷികളാണ് എന്നാണ്. എന്തുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ അവരെ കുറിച്ച് പറയാൻ കാരണം? അവർ പറയുന്നത് അതിന്റെ കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇബ്ലീസിനോട് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ. അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹു ഏകനാണ് എന്നും ഇബ്ലീസിന് നന്നായിട്ടറിയാം. പക്ഷേ അവിടെ ഇബ്ലീസ് ന്യായം പറയുകയാണ്. കൗനിയായ കാരണം, അതായത് പ്രകൃതിപരമായ ഒരു കാരണം, ഒരു ന്യായം ഇബ്ലീസ് പറയുകയാണ്. അതെന്താ? തീയിൽ നിന്നും സൃഷ്ടിച്ച ഞാൻ എന്തിന് മണ്ണിൽ നിന്നും സൃഷ്ടിച്ച മനുഷ്യനായ ആദം അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യണമെന്ന. ഈ സുജൂദ് അത് എങ്ങനെയുള്ള സുജൂദായിരുന്നു എന്ന് സൂറത്തുൽ ബഖറയിൽ ആ ആയത്ത് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ചർച്ച ചെയ്യാം. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനയായ ശറഹിയായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ന്യായം പറയുകയാണ്. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനയെയാണ് സഹോദരങ്ങളെ നിഷേധിക്കുന്നത്, പരിഗണിക്കാതിരിക്കുന്നത്. അമല് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് അന്നേരം തയ്യാറായില്ല. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം മാത്രം പോരാ സഹോദരങ്ങളെ, അമലുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ നമുക്ക് വാജിബായി നിർബന്ധമായി നൽകിയിട്ടുള്ള അമലുകളുണ്ട്. ആ അമലുകൾ വിശ്വാസത്തിന് അനുസൃതമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിശ്വാസത്തോടൊപ്പം നമ്മളുടെ അമലുകൾ, നമ്മളുടെ കർമ്മങ്ങൾ കൂടി ചെയ്താൽ മാത്രമാണ് ആ വ്യക്തിയുടെ ഈമാൻ ശരിയാവുകയുള്ളൂ, വർദ്ധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരിക സഹോദരങ്ങളെ. ഈ രൂപത്തിൽ നമ്മൾ ഈമാനിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷാത്കൃതമാക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ ഈമാൻ എന്ന പദം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈമാനുമായി ബന്ധപ്പെട്ട് നമ്മിലുള്ള കുറവുകൾ അത് സ്വയം വിചാരണ ചെയ്ത് പരിഹരിക്കുവാൻ നമുക്ക് തന്നെ സാധിക്കുന്നതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞതിൽ അവിടെ ഒരു കൂട്ടം ആളുകൾ അവർ ഗൈബിൽ വിശ്വസിക്കുമെന്നുള്ളതാണ്. ആ ഗൈബ് എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.